श्री अजय टमटा। मैं अजय टमटा जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूं, उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा। കൃഷ്ണ ഗുരുവായൂരപ്പ ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലെത്തി കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാംഗത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ്. 2 വകുപ്പുകളിൽ അദ്ദേഹം സഹമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന 3ാം മോദി സർക്കാർ. അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അനൂപ്, സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നമ്മളിപ്പോൾ തത്സമയം കണ്ടു. പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെയും അത് കണ്ടിരിക്കുന്നു. ഇനി എത്ര പേരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുണ്ട്? കേരളത്തിൽ നിന്നുള്ള മറ്റ് എംപിമാർ ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്? ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാണല്ലോ പറഞ്ഞത്. അതെ, കേരളത്തിലെ മറ്റ് എംപിമാരുടെ സത്യപ്രതിജ്ഞ വൈകിട്ട് 5 മണിയോട് കൂടിയേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാരുടേത് കഴിഞ്ഞു, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുടേത് കഴിഞ്ഞു. ഇപ്പോൾ സഹമന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, എംപിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഏതാണ്ട് 30ഓളം പേരുടെ 34ഓളം ആളുകളുടെ സത്യപ്രതിജ്ഞയാണ് ഇനി കഴിയാനുള്ളത്. ജോർജ് കുര്യൻ ഇപ്പോൾ ലോക്സഭാംഗമല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയില്ല. അദ്ദേഹം രാജ്യസഭയിലൂടെ എത്താനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ മന്ത്രിയായി ആദ്യമായി കേരളത്തിൽ നിന്ന് വിജയിച്ച ഒരു BJP MP ലോക്സഭയിലേക്ക് വിജയിച്ചെത്തിയ ആൾ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി. മലയാളത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ എന്നതും സവിശേഷമാണ്. അതെ, മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. മാത്രവുമല്ല, അദ്ദേഹം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ശേഷം അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മറ്റ് സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും കഴിഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ നിന്നുള്ള ബാക്കി 18 പേർ, വയനാട് മണ്ഡലം ഒഴിഞ്ഞു കിടക്കുകയാണ്. ബാക്കി 18 പേർ, അതിൽ ഒരാൾ LDFിൽ നിന്ന്, ബാക്കിയെല്ലാം UDFിൽ നിന്ന്, അവരെല്ലാം വൈകിട്ട് 5 മണിയോടുകൂടി സത്യപ്രതിജ്ഞ എംപിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ സത്യപ്രതിജ്ഞ നാളെയാണ് ഉണ്ടാവുക. എന്നാൽ അതിൽ മറ്റൊരു പ്രതിഷേധം ഇതിൽ കാണാൻ കഴിയുന്നത്, ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രോട്ടം സ്പീക്കർ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചിരുന്നത് കൊടുക്കുന്നത് സുരേഷിനെയാണ്. പക്ഷെ അദ്ദേഹം പ്രതിഷേധിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷം വിളിച്ചത് DMK നിന്നുള്ള TR ബാലുവിനെയാണ്. കൂടുതൽ തവണ എംപിമാരായ ഒരാളാണ് കൊടുക്കുന്ന സുരേഷും, ഒപ്പം തന്നെ TR ബാലുവും വിട്ടിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനപ്രകാരം. എന്തായാലും തുടക്കം തന്നെ പ്രതിഷേധത്തിലായിരുന്നു. പ്രതിഷേധം ഇപ്പോൾ തുടരുന്നുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചത്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മറ്റ് എംപിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉച്ചയ്ക്ക് ശേഷം 5 മണിയോടുകൂടി അത് പൂർത്തിയാക്കും. ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട്
യഥാർത്ഥമായ വിശ്വാസവും കൂറും